വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തുവെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ പുതുതായിട്ട് വരുന്ന വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും അടിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നനച്ചുള്ളിപ്പണിയൊക്കെ ഇനി എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സോഫൻ്റെ കവറൊക്കെ ഊരി കഴുകി ബെഡൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പം നമ്മുടെ നനച്ചുള്ളിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഡെയിലി അടിച്ചു വാരി തുടക്കും. പിന്നെ വാറാമലൊക്കെ റിയാസ്ക്ക് തട്ടിത്തന്ന് ഉമ്മ അതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഉമ്മ ഇന്ന് മണ്ണാർക്കാട് പോകും അല്ലേ, ഇന്ന് കഴുകിയിട്ട്. അപ്പം ആങ്ങളുടെ അടുത്തേക്ക് പോകുക കേട്ടോ. മരുന്നൊക്കെ വാങ്ങിയിട്ട് എപ്പോൾ വരും? തിങ്കളാഴ്ച വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ ഇനി തിങ്കളാഴ്ച കാണാൻ പറ്റുള്ളൂ അല്ലേ? ശരി, നിങ്ങൾ പോയിട്ട് വരും. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നനച്ചുള്ളിപ്പണി ഏകദേശമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിന്ന് കറി വെച്ചത് പരിപ്പ് കറി കേട്ടോ വെച്ച്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. നമ്മുടെ റഗീസ് കുട്ടി ചുമയ കാരണം ഇന്ന് പോയിട്ടില്ല. റഗീസ് മാത്രം പോയിട്ടില്ല കേട്ടോ. ഇനി ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ചോറും രാവിലെ ചപ്പാത്തി ഇട്ടുണ്ടാക്കി. ചപ്പാത്തി ഇതാ ബാക്കിയുണ്ട് കുറച്ച്. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോമ്പിനുള്ള പ്രിപ്പറേഷൻ കുറച്ചാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മുളക് ഉപ്പൊക്കെ ഇട്ട് ഇനി കുറച്ച് സുറുക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുപ്പിയിലേക്ക് മാറ്റണം. പിന്നെ നമ്മുടെ പരിപ്പ് കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് എടുത്തിട്ടില്ല കേട്ടോ. അന്ന് വരാതെ വരും പറഞ്ഞ് വന്നിട്ടില്ല. നമ്മുടെ നല്ല അടിപൊളി പരിപ്പ് കറി ഇവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല, റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറി ഉണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ ഉച്ചക്കലേക്ക് അതൊക്കെ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ റീസ് കുട്ടിക്ക് ഒരു ചെക്കപ്പും കൂടി ഉണ്ട് കേട്ടോ. കൊച്ചിക്ക് സ്കൂൾ പൂട്ടിയിട്ട് പോകണമെന്നാണ് റിയാസ്ക്ക് പറയുന്നത്. ചിലപ്പം കൊച്ചിയിലേക്ക് പോകും. പിന്നെ അവൻ്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല, അതും കഴിക്കണം. ഒക്കെ എപ്പോഴാകുന്നുള്ള അറിയില്ല കേട്ടോ. അപ്പം അവനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ ചുമ ഉണ്ട്. നിങ്ങളേതായാലും പോകുമ്പോൾ അങ്ങനെ ഒന്ന് അന്വേഷിക്കാവുന്ന. പിന്നെ ഞാൻ കുട്ടികൾ വന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വെഴുകെട്ടത്തെ വീഡിയോ ഇട്ടെടുത്ത്. അപ്പോൾ വൈകുന്നേരം പിന്നെ കുട്ടികൾക്ക് റിയാസ്ക്കൊക്കെ ഇത്തിരി തക്കാളി ചോറ് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് അവർക്ക് ഇത്തിരി തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ തക്കാളിയും സവാളയും മുറിച്ചിടുക കേട്ടോ. എന്നിട്ട് നല്ല ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് വതക്കി കൊടുക്കുക. നമുക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നല്ല എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് ചാറ് വീഴ്ത്തിയിട്ട് ചോറ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ചോറ് കൊടുക്കാം. അപ്പോൾ അവർ തക്കാളി ചോറ് വേണ്ടിയിട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം റിയാസ്ക്കും കുട്ടികൾക്കൊക്കെ ഇതാട്ടോ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ. അപ്പോൾ അതും ഹൈക്ക് പപ്പടം പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിച്ചോളും. പിന്നെ അത് നല്ല എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം, നന്നായി വതകി വരണം. പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് കുറച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഗോതമ്പ് വെച്ചിട്ട്. അപ്പോൾ അതും സ്കൂൾ വിട്ട് വന്നതും അതുണ്ടാക്കി കൊടുത്തു. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇത് തക്കാളി രാത്രിക്കൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ലേശം എരിവിന് മുളക് പൊടി ഇട്ടിട്ട് നല്ല ഒന്ന് വണക്കിയെടുക്കുക കേട്ടോ. വണക്കിയെടുത്ത ശേഷം നമ്മുടെ ചോറുണ്ടല്ലോ, ഏത് ചോറിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ചോറ് കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ട് ഇത് നല്ല വതങ്ങി വരുന്ന സമയത്ത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടി ഇനിയിപ്പോൾ മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളകാണെങ്കിൽ പച്ചമുളകും അറുത്തിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിലേക്ക് പപ്പടമോ അച്ചാറോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടാകും. അപ്പോൾ കറികളില്ലാത്ത സമയത്തൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ചോറൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തും ഒന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കഴിക്കാൻ നല്ല ചുടുങ്ങനെ ഉണ്ടാവും. കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ട് കുട്ടികൾക്ക് പ്ലേറ്റിൽ വിളമ്പി കൊടുത്തിട്ടാണ്. പിന്നെ ഞാനധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി പ്ലേറ്റിലേക്ക് വിളമ്പുക, കഴിക്കുക, അത്രമാത്രം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കൂട്ടുകാരെ. ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.